ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വയുഖ്തലു ഇൻ അഖ്റജഹാ അൻ വഖ്തി ജംഇൻ ഖസലൻ ഇല്ലം യതുബ്. ഇനി പറയാൻ പോകുന്ന വിഷയം നിസ്കാരത്തെ അതിൻ്റെ സമയത്തൊട്ട് പിന്തിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പിന്തിച്ച് ജമ്മാക്കാൻ പറ്റുന്ന നിസ്കാരങ്ങളുണ്ട്. അങ്ങനെയുള്ള പിന്തിച്ച് ജമ്മാക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ ആ പിന്തിച്ച് ജമ്മാക്കുന്ന സമയത്ത് തൊട്ട് അവൻ നിസ്കാരങ്ങളെ പിന്തിച്ചു. പിന്തിച്ച് ജമ്മാക്കാൻ പറ്റാത്ത നിസ്കാരങ്ങൾ അതിൻ്റെ സമയത്ത് തൊട്ടും അവൻ പിന്തിച്ചാൽ അത് നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്നതിനോട് കൂടെയാണ് അവൻ അലസത കൊണ്ടാണ് ആ നിസ്കാരത്തെ അവൻ നിസ്കരിക്കാതെ ഒഴിവാക്കിയത്. എന്നാൽ അത് ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ ഇസ്ലാമിക ഭരണവ്യവസ്ഥയിൽ ഇമാം അവനോട് നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരത്തെ ഖളാ വീട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടതിന് ശേഷം അവൻ ഖളാ വീട്ടാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ മേലിൽ വധശിക്ഷ നടപ്പിൽ വരുത്തണം എന്നാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. വയുഖ്തലു അയിൽ മുസ്ലിമുൽ മുകല്ലഫ് അത്താഹിറു, ശുദ്ധിയുള്ളവനായ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമിനെ വധിക്കപ്പെടണം എന്ന് പറഞ്ഞ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ നിസ്കാര നിർബന്ധമായ ഒരാളെ വധിക്കപ്പെടണം. ഹദ്ദൻ, അത് ശിക്ഷ എന്ന നിലക്കാണ് അവനെ വധിക്കപ്പെടേണ്ടത്. എങ്ങനെയാണ് വധിക്കേണ്ടത്? ബി ദർബി ഉനുഖിൻ, അവൻ്റെ പെരടിയെ വെട്ടൽ കൊണ്ട്. എപ്പോഴാണ് അവനെ വധിക്കപ്പെടേണ്ടത്? ഇൻ അഖ്റജഹ, അവൻ ആ നിസ്കാരത്തെ, നിർബന്ധമായ നിസ്കാരത്തെ പിന്തിപ്പിച്ചു, ഒഴിവാക്കിയാൽ. അയിൽ മക്തൂബത്ത, ആ ഫർദാക്കപ്പെട്ട നിസ്കാരത്തെ അവൻ പിന്തിപ്പിച്ചു. ആമിദൻ, മനഃപൂർവ്വം ആ ഫർദാക്കപ്പെട്ട നിസ്കാരത്തെ പിന്തിപ്പിച്ചു. എന്തിനെ വിട്ട് പിന്തിപ്പിച്ചു? അൻ വഖ്തി ജംഇൻ, ജമ്മാക്കുന്ന നിസ്കാരത്തിൻ്റെ സമയത്തെ തൊട്ട്, പിന്തിച്ച് ജമ്മാക്കുന്ന നിസ്കാരത്തിൻ്റെ സമയത്തെയും വിട്ട് പിന്തിപ്പിച്ചു. എങ്ങനത്തെ ജമ്മ്? ലഹ, ആ ഫർദ് നിസ്കാരത്തിനുണ്ട്, ഫർദ് നിസ്കാരത്തിനുള്ള ജമ്മ്. എപ്പോ? ഇൻകാന, ആ ജമ്മിൻ്റെ സമയം ഉണ്ടായാൽ, ആ ഫർദ് നിസ്കാരങ്ങൾക്ക് ജമ്മിൻ്റെ സമയം, പിന്തിച്ച് ജമ്മാക്കുന്ന സമയം ഉണ്ടായാൽ ആ പിന്തിച്ച് ജമ്മാക്കുന്ന സമയത്തെ വിട്ട് ഇവൻ്റെ നിസ്കാരത്തെ അവൻ പിന്തിപ്പിച്ചാലാണ് അവനെ ഹദ്ദ് നിലക്ക് അവനെ വധിക്കപ്പെടണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ട് ഫർദ് നിസ്കാരങ്ങൾ ഒരുമിച്ച് നിസ്കരിക്കുന്ന സമയത്തെ തൊട്ട് പിന്തിപ്പിച്ചാൽ, ഉദാഹരണം ളുഹ്റിനെ അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കാം. അപ്പോൾ ളുഹ്റിൻ്റെ സമയത്ത് ളുഹ്ർ നിസ്കരിച്ചിട്ടില്ല, അപ്പോൾ അവന് വധിക്കപ്പെടാൻ പറ്റൂല. കാരണം അത് അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കുന്ന സമയമുണ്ട്. അപ്പോൾ അസറിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം, എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമേ അവന് വധിക്കപ്പെടാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ മഗ്രിബ്, ഇശായിലേക്ക് പിന്തിച്ച് ജമ്മാക്കാം. അപ്പോൾ മഗ്രിബിൻ്റെ സമയം കഴിഞ്ഞാൽ വധിക്കപ്പെടാൻ പറ്റൂല. മഗ്രിബിൻ്റെയും ഇശായിൻ്റെയും സമയം കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഫജ്ർ ഉദിക്കുന്നത് വരെ ആണ് അവൻ നിസ്കരിച്ചില്ലെങ്കിൽ ഫജ്ർ ഉദിക്കുന്നതിന് ശേഷം അവനെ വധിക്കപ്പെടാം. കാരണം ഇതൊക്കെ ഈ ജമ്മിൻ്റെ സമയം
വക്തു സ്വലാത്തി ഫിൽ ഉദിരി എന്നാണ്, നിസ്കാരത്തിൻ്റെ ഉദിറിൻ്റെ സമയങ്ങളാണ്. അപ്പോൾ ലോഹർ എനിക്ക് ജമ്മുണ്ട്, മഗ്‌രിബിനിക്കും ജമ്മു പിന്തി ജമ്മാക്കലുണ്ട്. അസർക്ക് പിന്തി ജമ്മാക്കലില്ല, ഇശാനിക്കും പിന്തി ജമ്മാക്കലില്ല. അപ്പോൾ അസർ നിസ്കാരത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ, അസർ നിസ്കാരത്തിൻ്റെ ടൈം കഴിഞ്ഞാൽ അവനെ വധിക്കപ്പെടാൻ പറ്റുള്ളൂ. ഇശാ നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇശാ നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞാൽ അവനെ വധിക്കപ്പെടാൻ പറ്റുള്ളൂ. അതെപ്പോഴാണ് അസർ നിസ്കാരത്തിൻ്റെ ടൈം? സൂര്യൻ അസ്തമിക്കുന്നത് വരെ. ഇഷായിൻ്റെ സമയം ഫജ്ർ സാദിക്ക് എന്ന് പറഞ്ഞാൽ സുബഹിൻ്റെ സമയം ആകുന്നത് വരെ, അതിന് ശേഷമേ അവന് വധിക്കപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ സുബഹി നിസ്കാരം ഉപേക്ഷിച്ചതിൻ്റെ മേൽ വധിക്കപ്പെടണമെങ്കിൽ, ആ ശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ അത് ബഅദ തുലൂഉ ശംസാണ്. സൂര്യൻ ഉച്ചതിന് ശേഷമേ അവനെ വധിക്കപ്പെടാൻ പറ്റുള്ളൂ. ജുമ നിസ്കാരത്തെ ഉപേക്ഷിച്ചാൽ അവനെ വധിക്കപ്പെടേണ്ടത് ജുമൻ്റെ ഖുതുബയും നിസ്കാരവും നിർവഹിക്കാൻ അക്കല്ലായ ഒരു ഖുതുബയും ഫർദ് മാത്രം എടുത്തുകൊണ്ടുള്ള ഖുതുബയും നിസ്കാരവും നിർവഹിക്കാനുള്ള ആ കുടുസായ സമയം, ആ സമയം കഴിഞ്ഞാലാണ് അവനെ വധിക്കപ്പെടേണ്ടത്. അങ്ങനെ കുടുസായ സമയം ആയാലാണ് അവനെ വധിക്കപ്പെടേണ്ടത്. അപ്പോൾ ഫർദാ നിസ്കാരങ്ങൾക്ക് പിന്തി ജമ്മാക്ക എന്ന സംഗതി ഉണ്ടെങ്കിൽ ആ ജമ്മിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് അവനെ വധിക്കപ്പെടേണ്ടത്. അല്ല എങ്കിൽ പിന്തി ജമ്മാക്കേണ്ട സമയം ഇല്ല എങ്കിൽ ആ നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷമാണ്, നിസ്കരിച്ചില്ലെങ്കിൽ അതിന് സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവനെ വധിക്കപ്പെടേണ്ടത്. എപ്പോഴാണ്, എന്തിനു വേണ്ടിയിട്ടാണ് കസ്ലൻ, എങ്ങനെയാണ് അവൻ നിസ്കാരം ഉപേക്ഷിക്കുന്നത്? കസ്ലൻ, അവൻ അലസത കൊണ്ടാണ്. അവൻ തന്നെ അലസത മടിയനായ നിലക്ക്, അല്ലെങ്കിൽ കസ്ലൻ പറഞ്ഞ നസ്ലുൽ ഖാഫിദ് മൻസൂബായിക്കൊണ്ട് അബബി കസലിൻ എന്നുണ്ടാവുക. അലസത കൊണ്ട് അവൻ നിസ്കാരത്തെ ഉപേക്ഷിച്ചു. ഏതോടു കൂടമായി എഴുത്തിക്കാതി ഉജൂബിഹ, ആ ഫർദ് നിസ്കാരം നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്നതിനോടുകൂടെയാണ് അവൻ അലസത കാണിച്ച് നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നത്. എന്നാലാണ് അവന് വധിക്കപ്പെടേണ്ടത്. ഇത് എപ്പോഴാണ് വധിക്കപ്പെടേണ്ടത്? അത് ഇസ്ലാമിക ഭരണവ്യവസ്ഥയിലാണ് നടക്കുള്ളൂ. നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിലൊന്നും ഇത് നടപ്പിലാക്കാൻ കഴിയുകയില്ല. എപ്പോഴാണ് അവനെ വധിക്കപ്പെടേണ്ടത്? ഇല്ലം യതുബ്, അവൻ തൗബ ചെയ്തു മടങ്ങിയിട്ടില്ല എങ്കിൽ. എപ്പോ? ബാദൽ ഇസ്തിതാബത്ത് പറഞ്ഞാൽ ത്വലബ് ഖളാഇ തിൽക സലാത്തി എന്നാണ്. ആ നിസ്കാരത്തെ ഖളാ വീട്ടാൻ വേണ്ടി ഇമാമ് തേടുക. തേടിന് ശേഷം അവൻ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ ഖളാ വീട്ടിട്ടില്ല എങ്കിൽ അപ്പോഴാണ് അവനെ വധിക്കപ്പെടേണ്ടത്. അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയം കുടുസാവുന്ന സമയത്ത്, നിസ്കരിക്കാനുള്ള സമയം ഉള്ളൂ, എൻ്റെ അപ്പുറത്ത് വേറെ സമയമില്ല. അപ്പോൾ വക്ത് കുടുസാവുന്ന സമയത്ത് അവനോട് പറയണം, സ്വല്ലി ഫൈൻ സ്വല്ലൈത തറക്നാക്ക, ഈ നിസ്കരിക്ക്, നീ നിസ്കാരത്തെ നീ നിസ്കരിച്ചു കഴിഞ്ഞാൽ തറക്നാക്ക, നിന്നെ ഞങ്ങൾ ഒഴിവാക്കാം, വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം. വൈൻ അഹ്റജതഹ, നീ നിസ്കാരത്തെ പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ, അതിന് വക്തി സമയത്തോട്ട് പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ ഖത്തൽനാക്ക, നമ്മൾ നിന്നെ കൊല്ലുന്നതാണ്. ഇങ്ങനെ സമയം കുടുസാകുന്ന സമയത്ത് അവനോട് ഇത് പറയണം, ഇത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവനോട് പറയണം. ഇങ്ങനെ ഇമാമോ ഇമാമിന് നായിബോ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ ഖളാ വീട്ടാൻ അവൻ ഒരുങ്ങിയിട്ടില്ല എങ്കിലാണ് അവൻ്റെ
പെരടി വെട്ടൽ കൊണ്ട് ഈ വധശിക്ഷ നടപ്പിലാക്കണം, ഇസ്ലാമിക ഭരണകൂടത്തിൽ അവിടെ വധശിക്ഷ നടപ്പിലാക്കണം എന്ന് പറയുന്നത്. വഅല നദ്ബിൽ ഇസ്തിതാബത്തി, നിസ്കാരത്തെ ഖളാ വീട്ടാൻ വേണ്ടി ആവശ്യപ്പെടൽ സുന്നത്താണ് എന്ന അഭിപ്രായത്തിൻ്റെ മേൽ. അപ്പോൾ മുമ്പ് പറഞ്ഞത് നിർബന്ധമാണ് എന്ന അടിസ്ഥാനത്തിലാണ്. ഇനി സുന്നത്താണ്, അവനെ അങ്ങനെ ആവശ്യപ്പെടൽ സുന്നത്തുണ്ടോ നിർബന്ധമാണോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. സുന്നത്താണെന്ന അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ലാ യളുമനു മൻ ഖതലഹു, ഈ നിസ്കാരം ഉപേക്ഷിച്ച ഒരാളെ കൊന്നു കഴിഞ്ഞാൽ കൊന്ന ആള് ഉത്തരവാദിയാവൂല. എപ്പോഴാ കൊന്നിരിക്കുന്നത്? ഖബല തൗബത്തി, അവനോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെടുന്നതിൻ്റെ മുമ്പേണ് അവനെ കൊന്നിക്കുന്നത്. അപ്പൊ ഈ കൊന്ന ആള് ഉത്തരവാദിയാവൂല. പക്ഷേ ലാക്കിന്നഹു യഅ്സമു, കൊന്ന ആള് അവൻ തെറ്റ് ചെയ്തവനാകും. കാരണം തൗബ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെടുന്നതിന് മുമ്പേണ് അവനെ കൊന്നിക്കുന്നത്. എന്നാൽ ഇവൻ നിസ്കാരത്തെ ഉപേക്ഷിച്ച താരിഖ് സലാത്താണ് എന്ന അടിസ്ഥാനത്തിൽ അവനിക്ക് രക്തത്തിന് സ്ഥാനം ഇല്ല, അതുകൊണ്ട് അവൻ ഉത്തരവാദിയാവില്ല. പക്ഷേ തൗബ ചെയ്യാൻ ആവശ്യപ്പെടാത്ത കാരണത്താലാണ് അവൻ കുറ്റക്കാരായിട്ട് മാറുന്നത്. വയുഖ്തലു കുഫ്റൻ, ഇവനെ വധിക്കപ്പെടണം. നിസ്കാരത്തെ ഉപേക്ഷിച്ചാണ് വധിക്കപ്പെടണം. എങ്ങനെ? കുഫ്റൻ, മതനിഷേധിയായ നിലക്കാണ് നിസ്കാരത്തെ, മതനിഷേധിയായ നിലക്ക് അവനെ വധിക്കപ്പെടണം. എപ്പോഴാണ് അവനെ നിഷേധിയായ നിലക്ക് അവനെ കൊല്ലപ്പെടണം എന്ന് പറഞ്ഞത്? ഇൻ തറക്കഹ, അവൻ ഈ നിസ്കാരത്തെ ഉപേക്ഷിച്ചു. ജാഹിദൻ, നിഷേധിച്ചവനായ നിലക്ക്. ഉജൂബഹ, ഈ നിസ്കാരം ഉജൂബാണ് എന്നതിന് നിഷേധിച്ചവനായ നിലക്ക്, നിസ്കാര നിർബന്ധം ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ അവൻ ഇസ്ലാമിന് പുറത്തു പോകും. അപ്പം മതനിഷേധിയായ നിലക്ക് അവനെ കൊല്ലപ്പെടണം. അങ്ങനെ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഫലായുസലു, അവനെ കുളിപ്പിക്കപ്പെടരുത്. വലായുസല്ല അലൈഹി, അവനെ മേൽ നിസ്കരിക്കപ്പെടുകയും ചെയ്യരുത്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ അവനെ മറവ് ചെയ്യപ്പെടുകയും ചെയ്യരുത്, കാരണം അവൻ കാഫിറായതുകൊണ്ട്. എന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞു കസലൻ മഅ്തിഖാദി ഉജൂബിഹ, ഈ 5 വക്ത് ഈ നിസ്കാരങ്ങൾ ഉജൂബാണെന്ന് വിശ്വസിക്കുന്നതിനോട് കൂടെ അലസത കാണിച്ചുകൊണ്ട് 5 വക്ത് നിസ്കാരങ്ങളെ അതിൻ്റെ സമയത്തൊട്ട് പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ അവനോട് തോപ ചെയ്ത് മടങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടതിന് ശേഷം അവൻ തോപ ചെയ്തിട്ടില്ല എങ്കിൽ അവനെ വധിക്കപ്പെടണമെന്ന് പറഞ്ഞു. എന്നാൽ അത് ഹദ്ദ് എന്ന നിലക്കാണ്, ശിക്ഷ എന്ന നിലക്കാണ് അവനെ വധിക്കപ്പെടുന്നത്. പക്ഷെ അവൻ മുസ്ലിം തന്നെയാണ്, അതുകൊണ്ട് അവനെ കുളിപ്പിക്കപ്പെടുകയും അവൻ്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കപ്പെടുകയും അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെടുകയും വേണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തുപോയി. ഇത് ഉജൂബാണ് എന്നതിനെ നിശ്ചയിച്ച കാരണത്താലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.